അങ്ങനെ 2025 നമ്മളെ വിട്ടുപോയി. നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ സർക്കാർ ജനങ്ങൾക്കായി ചെയ്തു കഴിഞ്ഞു. പൊതുജനങ്ങളുടെ ക്ഷേമമാണ് ഒരു സർക്കാരിന്റെ പരമപ്രധാന ലക്ഷ്യം. 2025 കേന്ദ്ര സർക്കാർ ഒട്ടനവധി പദ്ധതികൾ ജനങ്ങൾക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമൂഹിക സുരക്ഷ, തൊഴിൽ, ആരോഗ്യം, പരിസ്ഥിതി, ഗവേഷണം തുടങ്ങിയ മേഖലകൾ ഈ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നു. എന്നാൽ പല പദ്ധതികളും കൃത്യസമയത്ത് ഉപഭോക്താക്കൾ അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ പദ്ധതികൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയാണ്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ഒരു ധാരണ കേരള പൊതുസമൂഹത്തിന് പൊതുവെ കുറവാണ്. കാരണം ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത് അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രധാന കാരണം. ഈ വർഷം മോദി സർക്കാർ പ്രഖ്യാപിച്ച 6 പ്രധാന ജനക്ഷേമ പദ്ധതികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമതായി PM ഇന്റേൺഷിപ്പ് പദ്ധതി. യുവാക്കൾക്കിടയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പദ്ധതിയാണിത്. അനുഭവ പരിചയക്കുറവ് കാരണം ബിരുദധാരികൾക്ക് ജോലികൾ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ഡിസൈൻ ചെയ്ത പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തെ മികച്ച 500 കമ്പനികളിൽ 12 മാസത്തെ ഇന്റേൺഷിപ്പുകൾ അർഹതപ്പെട്ട ആളുകളിൽ ലഭിക്കുന്നു. ഇന്റേൺഷിപ്പിനിടെ തന്നെ യുവാക്കൾക്ക് പ്രതിമാസം 5000 രൂപ സ്റ്റൈപ്പൻഡും ലഭിക്കും. ദശലക്ഷക്കണക്കിന് യുവാക്കൾക്ക് സ്ഥിര ജോലിയിലേക്കുള്ള ശക്തമായ ആദ്യ പടിയാണിത്. അടുത്തത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ്. ആരോഗ്യ സംരക്ഷണ മേഖലയിലായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതിയാണിത്. രാജ്യത്തെ മുതിർന്ന പൗരന്മാർക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ പദ്ധതി 70 വയസ്സും അതിൽ കൂടുതൽ പൗരന്മാരെയാണ് ലക്ഷ്യമെക്കുന്നത്. ഇവിടെ പൗരന്മാർക്ക് വരുമാന മാനദണ്ഡങ്ങൾ കൂടാതെ ആനുകൂല്യം ലഭിക്കും. സർക്കാർ ലിസ്റ്റഡ് സ്വകാര്യ ആശുപത്രികളിൽ പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യമായി ചികിത്സാ പദ്ധതി ഉറപ്പാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ അടുത്ത പദ്ധതി NPS വാത്സല്യ പദ്ധതിയാണ്. കുട്ടികളുടെ ദീർഘകാല സാമ്പത്തിക ഭാവി ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. മാതാപിതാക്കൾക്ക് അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പേരിൽ ഒരു പെൻഷൻ അക്കൗണ്ട് തുറക്കാൻ പദ്ധതി അനുവദിക്കുന്നു. അക്കൗണ്ടിന്റെ കോമ്പൗണ്ടിംഗ് ഫീച്ചർ ഇവിടെ സ്വപ്നതുല്യ റിട്ടേണിലേക്ക് സാധ്യതകൾ തുറന്നു നൽകുന്നു. കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഈ അക്കൗണ്ട് ഒരു സാധാരണ NPS അക്കൗണ്ടായി മാറുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് മികച്ച ഭാവി ഉറപ്പാക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. ഇനി അടുത്തത് PM E-Drive പദ്ധതിയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനും മലിനീകരണ നിയന്ത്രണത്തിനുമായി അവതരിപ്പിക്കപ്പെട്ട ഒരു പദ്ധതിയാണിത്. പഴയ ഫെയിം പദ്ധതിക്ക് പകരമായി എത്തിയ സ്കീമാണിത്. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മുച്ചക്ര വാഹനങ്ങൾ, ഈ ബസ്സുകൾ എന്നിവയ്ക്ക് പദ്ധതി സബ്സിഡി ഉറപ്പാക്കുന്നു. ഈ മൊബിലിറ്റി മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ പദ്ധതി വഴിയൊരുക്കുന്നു. അടുത്ത പദ്ധതി പ്രധാനമന്ത്രി ട്രൈബൽ അഡ്വാൻസ്ഡ് വില്ലേജ് ക്യാമ്പയിൻ ആണ്. ഗോത്ര സമുദായങ്ങളുടെ സമഗ്ര വികസനത്തിനായി രൂപീകരിക്കപ്പെട്ട ഒരു പദ്ധതിയാണിത്. രാജ്യത്തിലുടനീളം ഏകദേശം 63,000 ഗോത്രവർഗ ആധിപത്യമുള്ള ഗ്രാമങ്ങൾ വികസിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. കെട്ടുറപ്പുള്ള വീടുകൾ, റോഡുകൾ, വൈദ്യുതി, ശുദ്ധമായ കുടിവെള്ളം, ഇന്റർനെറ്റ് ആക്സസ് എന്നിവ ഉറപ്പാക്കാൻ പദ്ധതി ശ്രമിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാന അജണ്ട. ഗോത്ര മേഖലയിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ എന്നിവയ്ക്ക് പുതിയ വാതിലുകൾ ഈ പദ്ധതി തുറക്കുന്നു. അടുത്ത കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് നോക്കാം. അതായത് ബയോറൈഡ് പദ്ധതി. ശാസ്ത്ര ഗവേഷണ മേഖലയെ ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച പദ്ധതിയാണിത്. ബയോടെക്നോളജി, മെഡിക്കൽ ഗവേഷണം, നവീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. രാജ്യത്തിന്റെ ഗവേഷണ ശേഷികൾ ശക്തിപ്പെടുത്താനും പുതിയ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിലേക്ക് മുന്നേറാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇത്രയാണ് പ്രധാനപ്പെട്ട ഒരു 6 കേന്ദ്ര സർക്കാർ പദ്ധതികൾ. ഇത് മാത്രമല്ല, ഇത് കൂടാതെ ഒരുപാട് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുണ്ട്. പക്ഷേ ഇത്തരം പദ്ധതികളൊന്നും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇത്തരം കേന്ദ്ര സർക്കാർ പദ്ധതികൾക്കെതിരെ കണ്ണടക്കിയാണ് നമ്മുടെ കേരള സമൂഹം ചെയ്യുന്നത്. ആരും ഇത്തരം പദ്ധതികളെ പ്രൊമോട്ട് ചെയ്യില്ല ഇവിടെ. അതിന് കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. ഇനിയെങ്കിലും നമ്മൾ കേരള സമൂഹത്തിലുള്ളവർ ഉണർന്ന് പ്രവർത്തിക്കണം, ചിന്തിക്കണം, അറിയണം, മാറണം. മാറ്റമുണ്ടാകേണ്ടത് അവനവനിൽ നിന്ന് തന്നെയാണ്.